പൗരത്വ ഭേദഗതി നിയമം വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങളെല്ലാം ഉത്തർപ്രദേശിൽ വിലപ്പോയില്ല. ഇപ്പോൾ അതിന് സമാനമായ രീതിയിൽ തന്നെ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടത്തുകയാണ്. ആ പ്രതിഷേധം ഉത്തർപ്രദേശിൽ കണ്ടിട്ടുണ്ടല്ലോ. അതെങ്ങനെയായിരിക്കും ഇനി സർക്കാർ നിയന്ത്രിക്കുക? ഉത്തർപ്രദേശിൽ ഏതാണ്ട് 200 പേർക്ക് നോട്ടീസ് നൽകി എന്നാണ് ലഭ്യമായ വിവരം. 24 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതായത് തെരുവിൽ പ്രക്ഷോഭം നടത്തി പ്രതിഷേധിച്ചു എന്നുള്ളത് മാത്രമല്ല, അങ്ങിങ്ങ് അക്രമം അഴിച്ചുവിട്ടു. ഇതാണ് അവർക്കെതിരെ ഉള്ളത്. അവർക്ക് പിഴയും ചുമത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ ബോണ്ട് കോടതിയിൽ കെട്ടിവെക്കാനാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ, ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ചകൾ നടക്കുകയും വോട്ടിനിട്ടത് പാസ്സാക്കുകയും ചെയ്യുന്ന ആ സമയത്ത്, ഈ പാസ്സായി കഴിഞ്ഞപ്പോഴാണ് ഇവർ തെരുവിലിറങ്ങി വലിയ തോതിൽ ഈ പ്രതിഷേധം ആരംഭിച്ചത്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് അത് അടിച്ചൊതുക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സാധാരണ പ്രതിഷേധമായിരുന്നില്ല. ഒരു സാധാരണ പ്രക്ഷോഭമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുക. തുടക്കം സൂചിപ്പിച്ചത് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ നാം കാണുകയാണ്. പക്ഷെ ഉത്തർപ്രദേശിൽ അത് സർക്കാരിന് കൃത്യമായി തന്നെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സർക്കാരിന് മുന്നിലാണ് ഈ വഖഫുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അരങ്ങേറിയിരിക്കുന്നത്. അതായത് ഈ നമ്മള് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മറ്റ് പല സ്ഥലങ്ങളിലും രാജ്യത്ത് വലിയ തോതിൽ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടന്നപ്പോൾ അക്രമങ്ങൾ വരെ നടന്നു. ഡൽഹിയിൽ നടന്നത് കലാപമാണ്. ഏകപക്ഷീയമായ ഒരു വിഭാഗത്തിനെതിരെ മറ്റൊരു വിഭാഗം നടത്തിയ കലാപമാണ് ഡൽഹിയിൽ നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ ഈ നിയമത്തിന് പിന്നാലെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ സൈനികർ തന്നെ രംഗത്ത് വരുന്നു. അതുകൊണ്ട് തന്നെ സൈന്യത്തെ വിന്യസിച്ചിരുന്നു. ഈ CRPF പോലെയുള്ള അർദ്ധസൈനിക വിഭാഗം ഡൽഹിയിൽ ഫ്ലാഗ് മാർച്ച് നടത്തി. അതൊക്കെ നടന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞ അവസരത്തിലും, അതായത് പൗരത്വ നിയമ ഭേദഗതി നടപ്പായപ്പോഴും ആ ബില്ല് പാസ്സായപ്പോഴും നമ്മൾ കണ്ട കാഴ്ച, UP-യിൽ പോലീസ് വളരെ സുശക്തമായ നടപടികൾ സ്വീകരിച്ചു. കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി, മുൻകരുതലുകൾ എടുത്തു. അതുകൊണ്ട് തന്നെ UP-യിൽ പറയത്തക്ക പ്രതിഷേധമോ പ്രക്ഷോഭമോ നടന്നില്ല. പ്രതിഷേധമൊക്കെ ചെറിയ രീതിയിൽ ഉയർന്നു. പ്രകടനങ്ങൾ നടന്നു, മാർച്ചുകൾ നടന്നു, അതിനെതിരെ പ്രസംഗങ്ങൾ നടന്നു. പക്ഷെ ആരും ഒരു സായുധ കലാപം നടത്താൻ മുതിർന്നില്ല. അന്ന് എല്ലാവരും യോഗി സർക്കാരിന് കൈയടിച്ചു. കൃത്യമായിട്ട് യോഗി സർക്കാർ അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തി, മുൻകരുതലുകൾ എടുത്തത് കൊണ്ടാണ് അതൊരു കലാപത്തിലേക്ക് പോകാതെ ഒതുക്കാൻ സാധിച്ചത്. ഇവിടെ ഇപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതി പാസ്സായപ്പോഴും ഇതുപോലെയുള്ള ഒരു മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും യോഗി സർക്കാർ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് അത് കൂടുതൽ അക്രമത്തിലേക്ക് പോകാതെ അതിനെ അടിച്ചമർത്താൻ സാധിച്ചത്. ഇപ്പോൾ എന്തായാലും ചെറിയ തോതിൽ അവിടെ അക്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന് 2 ലക്ഷം രൂപയാണ് പിഴയായിട്ട് കെട്ടിവെക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് ജില്ലാ മജിസ്ട്രേറ്റ് വഴി അതിന്റെ ഉത്തരവുകൾ, സിറ്റി മജിസ്ട്രേറ്റ് അതിന്റെ ഉത്തരവ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വികാസ് കശ്യപ് എന്ന് പറയുന്ന സിറ്റി മജിസ്ട്രേറ്റ് ആണ് ഈ സർക്കാർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഓരോ പ്രതിയും 2 ലക്ഷം രൂപ വീതം അവിടെ ബോണ്ടായിട്ട് കെട്ടിവെക്കണം. 24 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവരുടെ ജാമ്യമില്ലാതെ അകത്ത് കിടക്കേണ്ടി വരും എന്നുള്ളതാണ് ഒന്നാമത്തെ. രാജ്യവിരുദ്ധ ശക്തികൾക്ക് യോഗിയുടെ ബുൾഡോസർ പേടിയാണോ? തീർച്ചയായിട്ടും ഇവിടെയും ഈ ഇത്തരം കർശനമായൊരു നടപടി വരാനുള്ള കാരണം തന്നെ അതാണ്. അവിടെ വെറുമൊരു പ്രതിഷേധമല്ല, ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുക, രാജ്യവിരുദ്ധ ശക്തികളുമായിട്ട് കൂട്ടുചേർന്ന് അക്രമങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിക്കുക, ഇതിനെല്ലാം വളരെ കൃത്യമായ നടപടി ഉണ്ടാവും. അത് മുമ്പ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ കാലത്ത് നമ്മൾ അത് കണ്ടതാണ്. ജാമ്യ മില്ലയിൽ 2 വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊന്നു, പോലീസ് വെടിവെച്ചു, UP പോലീസ് വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ കേരളത്തിൽ പോലും മയ്യത്ത് നമസ്കാരം നടത്തിയത്, രാജ്ഭവന് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും ഒക്കെ. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികളൊന്നും അവിടെ നടക്കൂല. അങ്ങനെ നടത്താൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം വളരെ ഭയാനകമായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. കൃത്യമായ നിയമ നടപടികൾ എടുക്കും, അകത്ത് കിടക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു പക്ഷേ UAPA വരെ ചുമത്തിയെന്നിരിക്കും. ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ഉപയോഗിച്ച് കൽത്തുറങ്കിൽ അടയ്ക്കുന്ന, അവിടെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഒന്നാമത്തെ നയം. രണ്ടാമത്തെ നയം, ഇത്തരത്തിൽ സർക്കാർ വസ്തുക്കൾ, സർക്കാർ സ്വത്തുക്കൾ നശിപ്പിക്കുന്നവർക്കെതിരെ അവരുടെ വീട്ടിലേക്ക് നേരെ ബുൾഡോസർ ചെല്ലുകയാണ്. നിരവധി തവണ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ അക്കാര്യത്തിൽ പല നിർദ്ദേശങ്ങൾ വെച്ചിട്ടും ഈ പറയുന്നത് പോലെ അക്രമം കാണിക്കുന്നവരെ അമർച്ച ചെയ്യുന്നതിൽ, അവരെ ജയിൽ അഴികൾക്കുള്ളിൽ അടയ്ക്കുന്നതിൽ UP സർക്കാരിന് ഒരു അമാന്തവും ഉണ്ടായിട്ടില്ല. അതിനവർ അല്പം പോലും
ക്ഷമയും അവർ കാണിച്ചിട്ടില്ല. വളരെ കൃത്യമായിട്ട് വളരെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ, അതായത് 24 മണിക്കൂറിനുള്ളിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വളരെ കൃത്യമായി അവർക്കെതിരെ നടപടി വരികയാണ്. അത് യോഗി സർക്കാരിന്റെ ഒരു നേട്ടമാണ്. അത് ഭയന്നിട്ട് തന്നെയാണ് പ്രക്ഷോഭകാരികൾ അക്രമത്തിലേക്ക് പോകാത്തത്. നമുക്കറിയാം അവിടെ പോലീസ് ഏറ്റുമുട്ടലിൽ എത്ര ഗുണ്ടകളാണ്, ക്രിമിനലുകളാണ് കൊല്ലപ്പെട്ടതെന്ന്. ഈ അമിത്ഷാ തന്നെ പാർലമെന്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്, അത് അനുസരിച്ചാലേ പറ്റൂ. അതെ, പാർലമെന്റിൽ ചർച്ചയ്ക്ക് ശേഷം പാസ്സാക്കുന്ന ഒരു ബില്ല് ഞാൻ ചോദിക്കട്ടെ, പാർലമെന്റിൽ വരുന്ന എല്ലാ നിയമവും നമ്മൾ അനുസരിക്കുന്നില്ലേ? നമ്മളത് പാലിക്കുന്നില്ലേ? അത് രാജ്യത്തിന്റെ പൊതു നിയമമായി ചിലർ പറയുന്നത് കേട്ട് ഇത് ന്യൂനപക്ഷം ഈ നിയമം അംഗീകരിക്കില്ലെന്ന് പല നേതാക്കളും. ഒവൈസിയാണ് അതവിടെ പറഞ്ഞത്. മുസ്ലിങ്ങൾ ഇത് അംഗീകരിക്കില്ല, കോൺഗ്രസ് അത് ഏറ്റുപിടിച്ചു, അഖിലേഷ് ഏറ്റുപിടിച്ചു. അപ്പോഴാണ് അമിത്ഷാ പറഞ്ഞത് എല്ലാവരും അനുസരിക്കും, ഇതിന് ജാതിയും മതമൊന്നുമില്ല, ബില്ല് പാർലമെന്റ് പാസ്സാക്കിയോ ആ ബില്ല് എല്ലാവരും അനുസരിച്ചിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ആരെങ്കിലും അത് അനുസരിക്കാത്തവരുണ്ടെങ്കിൽ അപ്പോൾ നോക്കാം എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇവിടെയും വളരെ കൃത്യമായിട്ട് അത് തന്നെയാണ് യോഗി സർക്കാരും പിന്തുടരുന്നത്. പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കിയാൽ അത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. നിരവധി ചർച്ചകൾക്ക് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് JPCക്ക് വരെ വിട്ടു. അതുപോലെ പ്രതിപക്ഷത്തിന് നിരവധി അവസരങ്ങൾ കൊടുത്തു ചർച്ച ചെയ്യാൻ. ആ ബില്ലിലെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിച്ച് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി ആ ബില്ല് പാസ്സാക്കാം. അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ബില്ലുകൾ പ്രതിപക്ഷം എതിർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മതത്തിന്റെ പേരിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങളുമായിട്ട് ഒരു ബില്ലിനെ മുച്ചൂടും എതിർക്കുന്നത്, ആ ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അതിനെന്താണ് സാങ്കത്യം? അപ്പോ അതൊക്കെ ഒരുതരം ഗുണ്ടായുസമാണ്. അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി, അത് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കില്ല എന്ന് തന്നെയാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അതിലൊരു സംശയവുമില്ല. എന്തായാലും യോഗിയും അതേ മാർഗത്തിൽ തന്നെയാണ് യോഗി സർക്കാരും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ 24 പേരോടും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഹാജരായി 2 ലക്ഷം രൂപ വീതം അവർ കെട്ടിവെക്കണം. കെട്ടിവെച്ച് ബോണ്ട് വെച്ചതിന് ശേഷം അവർക്ക് കോടതിക്ക് പുറത്തേക്ക് വരാം. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ വലിയ തോതിൽ ഡൽഹിയിലും കോളേജുകൾ കേന്ദ്രീകരിച്ചും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രതിഷേധം ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുൻകൂട്ടി കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതിഷേധം ഇപ്പോൾ കാണുന്നില്ലല്ലോ. നമ്മൾ ഈ വഖഫ് ബില്ലിൽ പ്രതിപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അല്ലാതെ കോളേജുകൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചോ മനുഷ്യാവകാശ സംഘടനകൾ മുന്നോട്ട് വന്നോ പ്രക്ഷോഭം കാണുന്നില്ല. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയിൽ ഒരു പൗരനെയും ബാധിക്കുന്നതല്ല. അത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന അവിടത്തെ ന്യൂനപക്ഷങ്ങൾ, അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു ബില്ലാണ്. അതിനെ എന്തിനാണ് എതിർക്കാൻ പോയത്? ഈ പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരും അന്ന് അങ്ങനെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് എതിർപ്പ് ഉയരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ആരംഭിക്കും എന്ന് കരുതിയിരുന്നില്ല. ഇത് വിദ്യാർത്ഥികളെ ഇളക്കി വിട്ടുകൊണ്ട് വളരെ സമർത്ഥമായിട്ട് വിദേശ ശക്തികൾ, ബാഹ്യ ശക്തികൾ ഇടപെട്ടുകൊണ്ടാണ് അന്ന് ആ അക്രമം അഴിച്ചുവിട്ടത്. ആ അക്രമത്തെ വളരെ പെട്ടെന്ന് അടിച്ചമർത്താൻ സാധിച്ചെങ്കിലും അതൊരു വലിയ പാഠമാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. ഇപ്പോൾ അത് കൃത്യമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടക്കം ഈ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ ഉയരാതെ നോക്കാൻ, അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിനും വിവിധ സംസ്ഥാന സർക്കാരുകൾക്കും സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം തെളിയിക്കുന്നത്.